സാർ നമ്മൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് അടൂർ സാറിനെയും പിന്നെ സത്യജിത് റേ സാറിനെയും പിന്നെ കെ ജി ജോർജ് സാറിനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നിലധികം സിനിമകൾ, അതായത് ഇവരെല്ലാം മഹാരഥന്മാരായ ഡയറക്ടേഴ്സ് ആണ്, എഴുത്തുകാരാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ഒന്നിലധികം സിനിമകൾ ഒരു ക്യാൻവാസിലേക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. പക്ഷേ ഇവിടെ ഞാൻ വന്ന് കണ്ടപ്പോൾ അത് ഭയങ്കര ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ സാധിച്ചതായിട്ട് എനിക്ക് കണ്ടു. സാർ അതെങ്ങനെയാണ് ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് വന്നത്? ഇത് ആക്ച്വലി ഞങ്ങളൊരു എക്സിബിഷൻ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ തുടങ്ങിയതല്ല. ഞാനും റാസിയും അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങൾ സിനിമയിലും ഇവൻറ്റ്സിലൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങൾ പൊതുവേ ഈ മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ സോഫ്റ്റ്വെയറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിനിമയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരുമാണ്. ഇത് ഞങ്ങൾ സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഈ മാസ്റ്റേഴ്സിൻ്റെ സിനിമ കണ്ടിട്ടാണ് ഈ സിനിമ പഠിക്കണം, സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകുന്ന ഇവരുടെയൊക്കെ സിനിമ കണ്ടിട്ടാണ്. ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ മാസ്റ്റേഴ്സിൻ്റെ സിനിമകളെ ഞങ്ങളൊന്ന് റീവിസിറ്റ് ചെയ്തു, തിരിച്ചുപോയി ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ സിനിമ, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അതിൻ്റെ വിഷ്വൽ ഇമേജറി എന്താണ്, ഇത് ഞങ്ങളുടെ യാത്രക്കിടയിലേക്കുള്ളൊരു ചർച്ചയായിട്ട് ഇങ്ങനെ സിനിമയിൽ നടക്കുമായിരുന്നു. അപ്പോൾ റാസി ശരിക്കും ഒരു പെയിൻറ്ററാണ്. അയാൾ ഫൈൻ ആർട്സ് കോളേജും ബറോഡയിലും പഠിച്ച ആളാണ്. പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആർട്ട് ഡയറക്ഷൻ ഗോൾഡ് മെഡലിസ്റ്റുമാണ്. അപ്പോൾ റാസി ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള എനിക്ക് ഒരു ഭയങ്കര സാധ്യതയുണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷേ സിനിമയോടുള്ള പാഷൻ കൊണ്ട് എപ്പോഴും പുള്ളി സിനിമയിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് റാസി ഇതിലേക്ക് കൊണ്ടുവരാൻ എന്താണ്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ ഇതിങ്ങനെ ഈ മാസ്റ്റേഴ്സ്, അവരുടെ ഇമേജറീസ്, അവരുടെ എന്തുകൊണ്ടാണ് അവരുടെ സിനിമകൾ വർഷങ്ങളോളം നിൽക്കുന്നത്, ഇത്തരം ഇമേജറി കൊണ്ടാണെന്നുള്ളൊരു ബോധ്യം. അപ്പോൾ റാസിയോട് ഞാൻ പെട്ടെന്ന് ചോദിച്ചു, അങ്ങനത്തെ ഇമേജറി വെച്ച് നമുക്ക് എന്തുകൊണ്ട് ഒരു പെയിൻറ്റിങ് ആലോചിച്ചുള്ളൂ, ഒരു പുതിയ മീഡിയം. അങ്ങനെ റാസി ആദ്യം അങ്ങനെ എക്സൈറ്റഡ് ആയില്ല. പിന്നെ പതുക്കെ എക്സൈറ്റഡ് ആയിട്ടാണ് ഒരു 8 കൊല്ലം മുമ്പ് കുറോസോവ വരച്ചു. കുറോസോവ വരച്ചപ്പോഴാണ് റാസിക്കും എനിക്കും ഇതിന് അപാര സാധ്യതയാണല്ലോ, ഇങ്ങനൊരു ഫോർമാറ്റിന് നമുക്ക് സിനിമ കണ്ടവർക്കും സ്റ്റുഡൻസിനും വളരെ എല്ലാ സിനിമകളും കണ്ട് മാസ്റ്റേഴ്സുമായിട്ട് അടുപ്പമുള്ള പ്രേക്ഷകർക്കൊക്കെ ഒരു റീവിസിറ്റിംഗ് നടത്താൻ ഒരു തോട്ട് പ്രോസസ്സ്, ആ സിനിമയുടെ ഇമേജറി ഉണ്ടാക്കി ഇമ്പാക്റ്റ്. അപ്പോൾ സത്യത്തിൽ ഇവരുടെ ഈ സിനിമകളുടെ ഇമേജ്, ഇപ്പോൾ അഗ്രഹാരത്തിലെ കഴുതയുടെ ആ കഴുത കണ്ടാൽ പെട്ടെന്ന് ആ സിനിമ നമുക്ക് ഓർമ്മ വരും. അപ്പോൾ ആ ഇമേജറികൾ വെച്ചിട്ട് ചെയ്യാമെന്നുള്ള ഐഡിയയിൽ റാസി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവുകയും അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ 9 മാസം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായത്. ഞങ്ങളുടെ ഒരു വലിയ ലിസ്റ്റുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് തൽക്കാലം ഇത് തുടങ്ങിയപ്പം ഞങ്ങൾ വെറുതെ കഴിഞ്ഞ മാസം അക്കാഡമിക്ക് ഇങ്ങനെ കത്ത് കൊടുത്തു, ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കൊരു ഞങ്ങളിത് ആദ്യം വളരെ പേഴ്സണലായിട്ട് ആണ് ആലോചിച്ചത്. പക്ഷേ ഇത് അങ്ങനെയല്ല, ആൾക്കാർ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും തോന്നി, അവർ സമ്മതിച്ചു. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ 50 പെയിൻറ്റിങ്ങുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഞങ്ങൾ ഇനിയും കൂടുതൽ ചെയ്യുമായിരിക്കും. എക്സ്പാൻഡ് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് ഈ IFFK വന്നിട്ട് സിനിമകൾ കണ്ടു തുടങ്ങുന്ന ഒരുപാട് ആൾക്കാർ. അതായത് ലേറ്റ് 2000-ന് ശേഷം വന്ന ആൾക്കാർ ഒരുപക്ഷെ ഇത്രയും സിനിമകൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് ശരിക്കും ഒരു പാഠവും തന്നെ ആയിരിക്കും. സാർ ആ ഇനിഷ്യേറ്റീവിന് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് ഇനിഷ്യേറ്റീവുകൾ സാറിന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു കാലഘട്ടത്തിനെ മൊത്തം നമുക്ക് വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് നമ്മുടെ റാസി മുഹമ്മദ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഇവിടെ വരച്ചിരിക്കുന്നത്. നമുക്ക് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഒരു ഡയറക്ടർ, ഇപ്പോൾ കെ ജി ജോർജ് സാറാണെന്നുണ്ടെങ്കിൽ കെ ജി ജോർജ് സാറിൻ്റെ ഒന്നിലധികം ചിത്രങ്ങൾ ഒരു ക്യാൻവാസിലാക്കിയിട്ടാണ് എന്നെ വിസ്മയിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറിയിലേക്ക് നമുക്ക് പോകും. മൊത്തത്തിൽ ഈ 50 ക്യാൻവാസുകളാണ് ഈ എക്സിബിഷനകത്തുള്ളത്. ഇതിലേക്ക് നമ്മൾ ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ ഒരു 15 വയസ്സ് 17 വയസ്സ് മുതൽ തന്നെ മാസ്റ്റേഴ്സിൻ്റെ വർക്കുകൾ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പല ഇമേജറികളുണ്ട്. അപ്പം ഈ ആൾക്കാരെല്ലാം തന്നെ വീണ്ടും അല്ലെങ്കിൽ അവരിലൂടെ ഉള്ള ഒരു നമ്മൾ വീണ്ടും ഉള്ളൊരു യാത്ര എന്നുള്ള സംഭവം വേണമെങ്കിൽ ഈ എക്സിബിഷനെ കുറിച്ച് വേണമെങ്കിൽ പറയാം. അവരുടെ സിനിമകളിലൂടെ അവരുടെ ലൈഫിലൂടെയൊക്കെ ഉള്ളൊരു ട്രാവലാണ് ശരിക്കും. അപ്പം അതിൽ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഡയറക്ടറുടെ സംഭവം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡയറക്ടർ ശരിക്കും പറഞ്ഞാൽ 10-30 സിനിമകൾ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലർ 50 സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് കോറായിട്ട് അതിനകത്ത് നിന്ന് 2-3 സിനിമകൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇമേജ് എന്താ പറയുക, കണ്ടമാനം അതിൻ്റെ ഒരു ധാരാളിത്തം ആയി പോകാതിരിക്കാനായിട്ട് നമുക്ക് അത് ലിമിറ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പം നമ്മളതിൽ 2-3 സിനിമയിലേക്ക് നമ്മൾ ചുരുങ്ങും. അതിനകത്തുനിന്ന് ഒരു സിനിമ എന്നുള്ള ഒരു മേജർ എലമെൻറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു ബിൽഡപ്പ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുക.
അപ്പോൾ അതിൻ്റെ പരിസരങ്ങളിൽ ബാക്കിയുള്ള സിനിമകളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമേജുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മൊത്തത്തിലൊരു ക്യാൻവാസ് ശരിക്കും ഫോം ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ ആദ്യം കണ്ടത് അടൂർ സാറിനെയാണെന്നുണ്ടെങ്കിൽ യാത്രയിൽ പിന്നെ സത്യജിത് സാറിനെ അടക്കം കണ്ടു. ഒരുപാട് ഇംഗ്ലീഷ് പ്രമുഖന്മാരെ നമ്മൾ കണ്ടു. ശരിക്കും ഇത് കാണുമ്പോൾ ആൾക്കാർ ഇത് മനസ്സിലാകുന്നവർ മനസ്സിലാക്കിയാൽ മതി എന്നുള്ളൊരു തോട്ടും കൂടെ അതിൻ്റെ അകത്തുണ്ട്. ഇല്ല അങ്ങനെയില്ല. ഈ സിനിമ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ബാക്ക്ഡ്രോപ്പ് ഉള്ള ആൾക്കാർക്കാണ് ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവുക അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുക. അല്ലാത്തവർക്ക് അല്ലാതെ പെയിൻറ്റിങ് കാണുന്ന പോലെ വേണമെങ്കിൽ കണ്ടിട്ട് പോകാവുന്നതേ ഉള്ളൂ. മറ്റേ എന്താ പറയുക ഇവിടെയെല്ലാം തന്നെ വർക്കുകളിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിനകത്തുള്ള ഇമേജുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ശരിക്കും അങ്ങനത്തെ ആൾക്കാർക്ക് ശരിക്കും ഇതൊരു പസിലിംഗ് കൂടിയാണ്, ഒരു കൊടുക്കൽ വാങ്ങൽ സംഭവം കൂടെയാണ്. കാരണം ഇപ്പോൾ പല സിനിമാ സംവിധായകരും എഴുത്തുകാരും എല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു വിഷയത്തിനെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിന് രണ്ട് കാഴ്ചപ്പാടുകളുണ്ട്. ഒന്ന് ആ സംവിധായകൻ്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാട്, മേബി ചിലപ്പോൾ അതുപോലെ ആയിരിക്കില്ല വന്ന് കാണുന്ന പ്രേക്ഷകൻ്റെ കാഴ്ചപ്പാട്, അത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതിപ്പോൾ അവർക്ക് തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇല്ല, അത് പണ്ടേ അങ്ങനെ തന്നെയാണ്. ഇപ്പം 100 പേര് സിനിമ കാണുന്നുണ്ടെങ്കിൽ അത് 100 സിനിമയാണെന്നുള്ളത് സംഭവമൊക്കെ പണ്ടേ മാസ്റ്റേഴ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ വർക്കുകൾ ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓരോരുത്തർ കാണുന്നത് ഓരോ തരത്തിലാണ്, ഓരോ പെയിൻറ്റിങ്ങാണ്. അത് അവരുടെ എന്താ പറയുക ചിന്ത, അവരുടെ ഭാവന, അവരുടെ ഈ സിനിമ കാണൽ, അവരുടെ വായന തുടങ്ങിയിട്ടുള്ള അവരുടെ പരിസരങ്ങളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പോഷർ കൂടുന്തോറും അവർക്കത് കൂടുതൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വരുന്ന തലമുറയോട് എന്താണ് പറയാനുള്ളത് സാർ? ഇപ്പം ഇത് എന്താ പറയുക സിനിമ പോലൊരു സംഭവത്തിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പ് 20 കൊല്ലം മുമ്പ് ഡിജിറ്റൽ ഇതിനകത്ത് തന്നെ ഒരു എക്സിബിഷൻ ചെയ്തിരുന്നു. ഇപ്പം കഴിഞ്ഞ കൊല്ലം ഒരു മെയിൻ എക്സിബിഷൻ ഇപ്പോൾ കേരളം മൊത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അടുത്ത പാലക്കാടാണ്. അപ്പം ഇത് അതിന് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് ഇപ്പോൾ ഇത് വർക്ക് ഈ ഒരു സംഭവങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അല്ല, അത് ശരിക്കും പെയിൻറ്റിങ് പോലെ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. അല്ലല്ല, സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ലോകമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് പറയാൻ പറ്റും. ഓക്കെ, താങ്ക് യു സാർ. ഒരുപാട് സന്തോഷം കാണാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല.